എൻ്റെ ഫേവറേറ്റ് കേക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണ് പൂട്ടി പറയും ബനാന ബ്രെഡും ക്യാരറ്റ് ഡേറ്റ്സ് കേക്കും ആണെന്ന്. ഞാൻ കരുതി ഈ ബനാന ബ്രെഡിൻ്റെ കൂടെ ബ്രൗണി ഒന്ന് ഫ്യൂസ് ചെയ്ത് ഉണ്ടാക്കിയാലോ. അപ്പം തോന്നിയ ഐഡിയക്ക് ചെയ്തതാണെങ്കിലും സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് ബ്രൗണി ബാറ്റർ ഉണ്ടാക്കാം. 2 കോഴിമുട്ടയിൽ ബ്രൗൺ ഷുഗറും വൈറ്റ് ഷുഗറും മിക്സ് ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലോട്ട് ബ്രൗൺ ബട്ടറും ഡാർക്ക് ചോക്ലേറ്റും കൂടെ മെൽറ്റ് ആക്കിയത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കുക. അതിൽ നമ്മളിനി ഫ്ലവറും കൊക്കോ പൗഡറും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാം നല്ല രീതിക്ക് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഓവറായിട്ട് മിക്സ് ആക്കരുത്. ഇതിലോട്ട് നമുക്ക് ചോക്കോ ചിപ്സോ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം. ആക്ച്വലി ഞാനതിൽ ഉപ്പും വെനില എസൻസ് ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പം ഞാനത് അവസാനമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി വേറെ പാത്രത്തിൽ നല്ല പഴുത്ത റോബസ്റ്റ പഴം എടുക്കുക. ഇതുപോലെ നല്ല രീതിക്ക് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. അതിൽ എഗെയിൻ കോഴിമുട്ട, ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്രൗൺ ഷുഗർ ആണ് എടുക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് മറക്കാതെ വെനില എസൻസ് ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് വിസ്ക് ചെയ്തെടുക്കുക. അതിലോട്ട് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, സോൾട്ട് ഇത്ര ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫ്ലവർ ഇട്ട് കൊടുക്കുക. അതൊന്ന് ഡിസപ്പിയർ ആവുന്നത് വരെ മിക്സ് ചെയ്യുക. ഓവറായിട്ട് മിക്സ് ആക്കരുത്. ഇവിടെയും ഞാൻ ചെറിയൊരു കാര്യം മറന്നുപോയി. ബട്ടർ ഇട്ട് കൊടുക്കാൻ. ഇത് ബ്രൗൺ ബട്ടർ ആണ്. നിങ്ങളുടെ റെസിപ്പിയിൽ ഇതുവരെ ബ്രൗൺ ബട്ടർ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്. ഇനി ബനാന ബ്രെഡിന്റെ ബാറ്ററും ബ്രൗണിന്റെ ബാറ്ററും ഇതുപോലെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. അവസാനമായിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് ഇതുപോലെ ഒന്ന് വെതറി കൊടുത്തിട്ട് നമുക്ക് 170 ഡിഗ്രി സെൽഷ്യസിൽ 35 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. എനിക്ക് 45 മിനിറ്റ്സ് വേണ്ടി വന്നു. ഓരോ അവനനുസരിച്ച് ഇതിന്റെ ടൈമിൽ വ്യത്യാസം വരും. സാധാരണ നമ്മൾ ബ്രൂക്കീസ് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനൊരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ബനാന ബ്രെഡ് ഇങ്ങനെ ട്രൈ ചെയ്തതാണ്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, സംഭവം കിടിലായിട്ടുണ്ടായിരുന്നു. ഇതിലെ ബനാന ബ്രെഡ് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. അതുപോലെ ഇതിന്റെ ഉള്ളിലെ ബ്രൗണി ഭയങ്കര ഫഡ്ജി ആൻഡ് ഗൂയി ആയിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത പീസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ ഈ ഒരു റെസിപ്പി വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം.